നമസ്കാരം. പേജസ് അക്കാഡമിയുടെ സൈബർ സോണിലേക്ക് സ്വാഗതം. ഇത് 21ാം നൂറ്റാണ്ടിൽ വിവര സാങ്കേതിക വിദ്യയുടെ ലോകമാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു സാങ്കേതിക വിദ്യയും അതിനുള്ള ഉപകരണങ്ങളും നിറഞ്ഞൊരു ലോകത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് കമ്പ്യൂട്ടറുകൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഒരിക്കലും ഉപേക്ഷിക്കാനാവാത്ത ഒരു ഉപകരണമായി വളർന്നു കഴിഞ്ഞു. ആ കമ്പ്യൂട്ടറിനെ പറ്റിയാണ് നമ്മൾ ഈ സൈബർ സോണിലേക്ക് നമ്മൾ ആദ്യമായി സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ എന്താണ് കമ്പ്യൂട്ടർ എന്നതിനെ കുറിച്ച് നമ്മൾ ആദ്യം കുറച്ച് അറിഞ്ഞിരിക്കണം. അപ്പോൾ കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ഹിസ്റ്ററി എന്താണ്, അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കമ്പ്യൂട്ടർ, ആ കമ്പ്യൂട്ടർ എന്ന വാക്ക് രൂപം കൊണ്ടത് ടു കാൽക്കുലേറ്റ് അല്ലെങ്കിൽ കണക്ക് കൂട്ടുക എന്നുള്ളൊരു അർത്ഥം വരുന്നൊരു വാക്കിൽ നിന്നാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് വാക്ക് രൂപം കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നാണ്, ഇറ്റാലിയൻ വാർഡിൽ നിന്നാണ് രൂപം കൊണ്ടുവന്നൊരു അഭിപ്രായമുണ്ട്. എന്നാലും കൂടുതലും അഭിപ്രായപ്പെടുന്നത് കമ്പ്യൂട്ട് എന്ന വാക്കിൽ നിന്നാണ് കമ്പ്യൂട്ടർ എന്ന വാക്ക് രൂപം കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ. ഈ പറഞ്ഞ കമ്പ്യൂട്ടർ എന്താണ്? ശരിക്കും കമ്പ്യൂട്ടർ ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. നമ്മുടെ നിത്യജീവിതത്തിലും നമ്മുടെ ചുറ്റുപാടും നമ്മൾ ഒരുപാട് ഇലക്ട്രോണിക് ഡിവൈസസ് നമ്മൾ പരിചയപ്പെടുന്നുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അവയിൽ നിന്നും വിഭിന്നമായി എന്താണ് കമ്പ്യൂട്ടറിനുള്ള പ്രത്യേകത എന്ന് നമ്മൾ അറിഞ്ഞിരിക്കും. ഇലക്ട്രോണിക് ഡിവൈസസുകൾ ഒരുപാടുണ്ടെന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ലൈറ്റ്സ് ഉണ്ട്, ഫാൻസ് ഉണ്ട്, നമ്മുടെ ഇലക്ട്രോണിക് വാച്ചുകളുണ്ട്, അങ്ങനെ കാൽക്കുലേറ്ററുകളുണ്ട്, അങ്ങനെ ഒരുപാട് ഇലക്ട്രോണിക് ഡിവൈസസും ഉണ്ട്. ഇവയുടെ എല്ലാം ഉപയോഗം, നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ഫാൻ ഇടുകയാണ്, സ്വിച്ച് അമർത്തുമ്പോൾ നമുക്ക് ഫാൻ കറങ്ങും. അല്ലെങ്കിൽ നമ്മളൊരു മിക്സി സ്വിച്ച് ഓൺ ആക്കിയാൽ മിക്സി ഓണാകും. അങ്ങനെ ആ പ്രത്യേകമായിട്ടുള്ള ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഒരു ഉപകരണമായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു ടേപ്പ് റെക്കോർഡർ നമ്മൾ ഓണാക്കി അതിലൂടെ നമുക്ക് പാട്ട് കേൾക്കുന്നു. ഇങ്ങനെ ഒരു വ്യക്തമായ ഒരു ഉദ്ദേശത്തിന് മാത്രമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുവരുന്നത്. അതിൽ നിന്ന് വിഭിന്നമായി കമ്പ്യൂട്ടറിന്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, കമ്പ്യൂട്ടർ ഒരു അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക് ഉപകരണമാണെന്ന് പറയാം. അപ്പൊ എന്താണ് ഈ അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക് ഉപകരണം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, ഒരാൾ കമ്പ്യൂട്ടർ വഴി നമുക്ക് DTP എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു പേജ് പ്രിന്റ് ചെയ്തെടുക്കുന്നു. ഒരു റൈറ്റപ്പ് നമ്മൾ എഴുതി അതിന് ടൈപ്പ് ചെയ്ത് പ്രിന്റ് ചെയ്ത് നമ്മൾ വ്യക്തമായിട്ട് നന്നായി ഭംഗിയായി പ്രിന്റ് ചെയ്തെടുക്കുന്നു. സാധ്യമാണ്. ഇതേ ആൾ തന്നെ ഈ ഒരു കമ്പ്യൂട്ടറിൽ ഒരു ഫോട്ടോ എടുത്ത് അതിനെ ഭംഗിയാക്കി ഫോട്ടോഷോപ്പ് വഴി നന്നായി എന്ത് ചെയ്യുന്നു, അതിനെ മനോഹരമാക്കി എടുക്കുന്നു. സാധ്യമാണ്. ഈ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് തന്നെ ഒരാൾ എന്ത് ചെയ്യുന്നു, ഒരാൾക്ക് ഇമെയിൽ അയക്കുന്നുണ്ട്, ഇന്റർനെറ്റിലൂടെ നമുക്ക് ബ്രൗസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ബിൽ പേയ്മെന്റ് നടത്തുന്നു. അങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങൾ ഒരേ ഇലക്ട്രോണിക് ഉപകരണത്തിലൂടെ തന്നെ സാധ്യമാകുന്നുണ്ട്. അതിനാലാണ് നമുക്ക് കമ്പ്യൂട്ടർ നമ്മൾ ഒരു അഡ്വാൻസ് ഇലക്ട്രോണിക് ഡിവൈസ് എന്ന് വിളിക്കുന്നത്. ഇതെങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്, എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന്. കമ്പ്യൂട്ടറിന് കുറച്ച് കാര്യങ്ങളെ സ്വീകരിക്കാൻ, അല്ലെങ്കിൽ അവയെ കുറെ ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ സ്വീകരിക്കാനുള്ള കഴിവുണ്ട്. അതാണ് നമ്മൾ പറയുന്നത് ഇൻപുട്ട് എന്ന് പറയുന്നു. കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇൻപുട്ടുകളെ കമ്പ്യൂട്ടർ വിശകലനം ചെയ്ത് എങ്ങനെയാണെന്ന് കരുതിയാൽ, നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നമ്മൾ എന്ത് കാര്യമാണോ ഒരു കമ്പ്യൂട്ടറിനോട് ചെയ്യാൻ പറയുന്നത് അതനുസരിച്ചുള്ള വിശകലനമായിരിക്കും നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷനിൽ നിന്നും കമ്പ്യൂട്ടർ ചെയ്യുന്നത്. അതായത് ഉദാഹരണത്തിന് നമ്മളൊരു 4, 5 ഈ 2 സംഖ്യകളെ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ടായി കൊടുക്കുന്നു. എന്നിട്ട് കമ്പ്യൂട്ടറിനോട് നമ്മൾ പറയുന്നു ഇതിനെ തമ്മിൽ കൂട്ടാൻ, അല്ലെങ്കിൽ ഇതിനെ ആഡ് ചെയ്യാൻ. അപ്പൊ ആഡ് ചെയ്യുക എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഈ കൊടുത്ത 2 സംഖ്യകളെയും തമ്മിൽ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്ത് അതിന്റെ റിസൾട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, ഔട്ട്പുട്ട് തരുന്നു. നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് കിട്ടുന്ന റിസൾട്ടിനെ നമ്മൾ പറയുന്നു ഔട്ട്പുട്ട്. അപ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു അഡ്വാൻസ്ഡ് ആയ ഇലക്ട്രോണിക് ഉപകരണമാണ്. അതെന്ത് ചെയ്യുന്നു, ഇൻപുട്ടുകളെ സ്വീകരിച്ച് അവയെ ശരിയായി വിശകലനം ചെയ്യുന്നു. എങ്ങനെ, നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ചുള്ള വിശകലനം ചെയ്ത ശേഷം അതിനുതകുന്ന ഒരു ഔട്ട്പുട്ട് നൽകുന്നു. അതിനാണ് കമ്പ്യൂട്ടർ ഒരു സവിശേഷമായ ഒരു ഇലക്ട്രോണിക് ഉപകരണം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കമ്പ്യൂട്ടറിന് ഇത്രയധികം പ്രചാരമുണ്ടാകുന്നതും ഇത്രയധികം ഉപയോഗം വർദ്ധിക്കുന്നതിനും കാരണമായിട്ടുള്ളത്. നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റാതെ എന്തുണ്ട്, എല്ലാം നമുക്ക് കഴിയുന്നുണ്ട്. ഇപ്പോൾ നിത്യജീവിതത്തിൽ ഇപ്പോൾ പുതിയ കാലത്ത്
നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകൾ എല്ലാം തന്നെ എന്താണ്, കമ്പ്യൂട്ടർ അധിഷ്ഠിതമാണ്. അതിനാൽ തന്നെ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഒഴിവാക്കാനാവാത്ത ഒരു ഉപകരണമായി നമ്മുടെ ജീവിതത്തിൽ വളർന്നു കഴിഞ്ഞു. ഈ കമ്പ്യൂട്ടറിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യമായി കമ്പ്യൂട്ടറിനെ പറ്റി സംസാരിക്കുമ്പോൾ കമ്പ്യൂട്ടർ എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഈ കമ്പ്യൂട്ടർ എങ്ങനെ ഉണ്ടായി, കമ്പ്യൂട്ടറിന്റെ ഹിസ്റ്ററി, ആരാണ് ആദ്യമായിട്ടൊരു കമ്പ്യൂട്ടർ ഉണ്ടാക്കിയത്, നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുണ്ട്, പണ്ട് കാലത്തെ കേട്ട് പഠിച്ചിട്ടുള്ളൊരു കാര്യം, കമ്പ്യൂട്ടറിന്റെ പിതാവാണ് ചാൾസ് ബാബേജ്. എന്നാൽ ചാൾസ് ബാബേജ് ആണ് ആദ്യമായി ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കിയത് ചോദ്യമാണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് ചാൾസ് ബാബേജ് ആണ് ആദ്യത്തെ ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കിയെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ബിഫോർ ക്രൈസ്റ്റ് BC 2500 ആദ്യമായിട്ട് ചൈനക്കാരാണ് ആദ്യമായി കമ്പ്യൂട്ടറിന്റെ ആദ്യ രൂപമായ അബാക്കസ് ഉണ്ടാക്കിയത്. അബാക്കസിൽ എങ്ങനെയാണ്, കുറെ വീഡ്സ് ആണല്ലോ, കുറെ മുത്തുമണികൾ ചേർന്നിട്ടുള്ള ഒരു ഉപകരണമാണ് ചെയ്യുന്നത് അബാക്കസ്. ഇതെന്തിനു വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്ന് കഴിഞ്ഞാൽ സംഖ്യകളെ കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും ഒപ്പം ഗുണിക്കുന്നതിനും ഹരിക്കുന്നതിനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് എന്ത് ചെയ്തു, അബാക്കസ് ഉപയോഗിച്ചിരുന്നു. കാലം മാറി പിന്നീട് AD 1614 നേപ്പിയർ ബോൺസ് എന്നൊരു ഉപകരണം ഉണ്ടാക്കി. ആരാണ്, ഒരു സ്കോട്ടിഷ് മാത്തമാറ്റീഷ്യനായ ജോൺ നേപ്പിയർ ആണ് ഈ ഒരു നേപ്പിയർ ബോൺസിന്റെ സൃഷ്ടിക്ക് പിന്നിലുണ്ടായിരുന്നത്. ഇതിനും ശേഷം AD 1633 ഒരു സ്ലൈഡ് റൂൾ എന്നൊരു ഉപകരണം വന്നു. അതായത് രണ്ട് സ്ലൈഡുകൾ, ഒരു സ്ലൈഡ് അടുത്തൊരു സ്ലൈഡ്, ഇവ തമ്മിൽ ഒരു ചെറിയൊരു അകലത്തിൽ സൃഷ്ടിച്ചുകൊണ്ട് ഒരു സ്ലൈഡ് റൂൾ എന്നൊരു ഉപകരണം വന്നു. അതും ഇതുപോലെ നമ്മുടെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷന് വേണ്ടിയിട്ടുള്ള ഒരു കമ്പ്യൂട്ടറിന്റെ ആദ്യകാല രൂപമായിരുന്നു. ഇത് കണ്ടുപിടിച്ച ആളെന്നാണ് വില്യം ഔഡ്രെഡ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ. വില്യം ഔഡ്രെഡ് അദ്ദേഹമാണ് എന്ത് കണ്ടുപിടിച്ചത്, സ്ലൈഡ് റൂൾ എന്നൊരു ഉപകരണം കണ്ടുപിടിച്ചു. അതിനുശേഷം AD 1642 റൊട്ടേറ്റിംഗ് വീൽ കാൽക്കുലേറ്റർ എന്നൊരു ഉപകരണം കണ്ടുപിടിച്ചു. ആരാ കണ്ടുപിടിച്ചത്, ബ്ലേസ് പാസ്കൽ. ബ്ലേസ് പാസ്കൽ എന്ന് പറയുന്ന അദ്ദേഹം ഒരു ഫ്രഞ്ച് തത്വചിന്തകനായിരുന്നു. അദ്ദേഹമാണ് ചെയ്യുന്നത് റൊട്ടേറ്റിംഗ് വീൽ കാൽക്കുലേറ്റർ എന്ന് പറയുന്ന ഒരു ഉപകരണം കണ്ടുപിടിച്ചത്. ഈ റൊട്ടേറ്റിംഗ് വീൽ കാൽക്കുലേറ്ററിനകത്ത് കുറച്ച് മെക്കാനിക്കലായ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. കുറച്ച് ഗിയറുകളും കുറച്ച് ലിവറുകളും ചേർന്ന ഒരു ഉപകരണമാണ് ഈ റൊട്ടേറ്റിംഗ് വീൽ കാൽക്കുലേറ്റർ എന്ന് പറയുന്നത്. ഇതിനുശേഷമാണ് നമ്മുടെ ചാൾസ് ബാബേജിന്റെ വരവ്. AD 1822 ചാൾസ് ബാബേജ് ഒരു ഡിഫറൻസ് എഞ്ചിൻ എന്നൊരു ഉപകരണം കണ്ടുപിടിച്ചു. ഒരു ഡിഫറൻസ് എഞ്ചിൻ. അദ്ദേഹം ഒരു ബ്രിട്ടീഷുകാരനായ മാത്തമാറ്റീഷ്യനും ഒരു എഞ്ചിനീയറും കൂടിയാണ് കേട്ടോ. ഈ ചാൾസ് ബാബേജ് 1822 കണ്ടുപിടിച്ച ഡിഫറൻസ് എഞ്ചിനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ന് കാണുന്ന ഒരു കമ്പ്യൂട്ടറിന്റെ ഒരു ചെറിയ രൂപം എന്ന് പറയാം. ഇതിൽ നിന്നാണ് ശരിക്കും നമ്മുടെ പിന്നീടുള്ള കമ്പ്യൂട്ടറുകളുടെ ആവിർഭാവം സംഭവിച്ചിരിക്കുന്നത്. ഇതിനാൽ തന്നെയാണ് ശരിക്കും ഒരു കമ്പ്യൂട്ടർ എന്ന രൂപത്തിലേക്ക് വന്നതിന്റെ ഒരു പ്രാഥമിക രൂപം, ഇന്ന് കാണുന്നതിന്റെ പ്രാഥമിക രൂപമാണ് ചാൾസ് ബാബേജ് കണ്ടുപിടിച്ച ഡിഫറൻസ് എഞ്ചിൻ. അതിനാൽ തന്നെയാണ് ചാൾസ് ബാബേജിനെ നമ്മൾ അറിയപ്പെടുന്നത് കമ്പ്യൂട്ടറിന്റെ പിതാവ്, കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ചാൾസ് ബാബേജ്. അങ്ങനെയുള്ള വിവിധങ്ങളായ ഘട്ടങ്ങളിലൂടെ രൂപമാറ്റം സംഭവിച്ചാണ് ഇന്ന് നമ്മൾ കാണുന്ന കമ്പ്യൂട്ടറുകളിലേക്ക് എത്തിയത്. ഇതിനും ശേഷം ഒരാൾ കണ്ടുപിടിച്ചു, ഒരു ഹെർമൻ ഹോളറിന്ത് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ. അദ്ദേഹം 1890 ഒരു ഡിവൈസ് കണ്ടുപിടിച്ചു, ഇലക്ട്രോണിക് ഡിവൈസ് കണ്ടുപിടിച്ചു. അതിന്റെ പേര് ഹോളറിംഗ് ടാബുലേറ്റിംഗ് മെഷീൻ എന്ന് പറയുന്നത്. അദ്ദേഹം കണ്ടുപിടിച്ച ആളുടെ പേര് ഹെർമൻ ഹോളറിന്ത് എന്നറിയപ്പെടും. ഇദ്ദേഹത്തിന് അറിയപ്പെടുന്നത് മോഡേൺ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടാറുണ്ട്. ഹെർമൻ ഹോളറിന്ത് ഇദ്ദേഹം കണ്ടുപിടിച്ചത് ഹോളറിന്ത് ടാബുലേറ്റിംഗ് മെഷീൻ. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ കമ്പ്യൂട്ടറുകളുടെ ഒരു ഏർലി ജനറേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഏർലി സ്റ്റെപ്സിൽ ഉണ്ടായിട്ടുള്ള കമ്പ്യൂട്ടറുകളുടെ ഒരു